അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇറ്റ് ഈസ് അബൌട്ട് ദ വർക്ക് ഓഫ് സീ വേവ്സിനെ കുറിച്ചാണ് അല്ലേ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് സീ വേവ്സ് പല ടൈപ്സ് ഓഫ് ഫോംസ് അല്ലെ വെതറിങ് ഡ്യൂ ടു സം വെതറിങ് ആൻഡ് ഇറോഷനിലൂടെ എന്തൊക്കെ ടൈപ്പ് ഓഫ് ചേഞ്ചസ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് ഇതാണ് ഫോം ചെയ്യുന്നത്, ലാൻഡ് ഫോംസ് ആണ് ഫോം ചെയ്യുന്നത് നമുക്ക് നോക്കിയാലോ. അപ്പോൾ നോക്കുക, the erosion and deposition of the sea waves gives rise to coastal landforms. അല്ലേ, കോസ്റ്റൽ ലാൻഡ്ഫോംസ് ആണ് ഫോം ചെയ്യുന്നത്. കടൽ തീരത്തുള്ള ഇതിന് നമ്മൾ കോസ്റ്റൽ ഏരിയ എന്ന് പറയുന്നു. അവിടെ ഫോം ചെയ്യുന്ന ലാൻഡ്ഫോംസ് ഇറ്റ് ഈസ് ഡ്യൂ ടു ഇറോഷൻ ആൻഡ് ഡെപ്പോസിഷൻ ഓഫ് ദ സീ വേവ്സ്. സീ വേവ്സ് വലിയ രീതിയിൽ എന്താണ് കടൽ അടിച്ചു വരുമ്പോൾ, തിരമാല അടിച്ചു വരുമ്പോൾ പല ടൈപ്സ് ഓഫ് ലാൻഡ് ഫോംസ് ഫോം ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് സെക്കൻഡ് പോയിന്റ് നോക്കിക്കേ, സീ വേവ്സ് കണ്ടിന്യൂസ്ലി സ്ട്രൈക്ക് അറ്റ് ദ റോക്സ്. ഇപ്പോ മക്കൾ ബീച്ചിൽ പോയാലൊക്കെ നമുക്ക് കാണാം, വലിയ വലിയ പാറേൻ്റെ സൈഡിലൊക്കെ നമ്മൾ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെയുള്ള ബെഞ്ചിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് കാണാം വലിയ തിരമാല വന്നിട്ട് ഈ പാറക്കല്ലിൽ തട്ടി ഒറ്റതിൽ വെള്ളം ചാടിപ്പോകുന്ന ഒരു ഇത് അല്ലേ. അപ്പോൾ ആ ഒരു ഇതിൽ പല ടൈപ്സ് ഓഫ് ക്രാക്സ് ഫോം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഈ റോക്കുകളിൽ പല ടൈപ്പ് ഓഫ് ക്രാക്സ് ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ദ ഇറോഷൻ ആൻഡ് ഡെപ്പോസിഷൻ ഓഫ് ദ സീ വേവ്സ് ഗിവ്സ് റൈസ് ടു വാട്ട് കോസ്റ്റൽ ലാൻഡ്ഫോംസ് ആയിട്ട് ഫോം ചെയ്യുന്നു അല്ലേ. ആൻഡ് ദ സെക്കൻഡ് പോയിന്റ്, ദ സീ വേവ്സ് കണ്ടിന്യൂസ്ലി സ്ട്രൈക്സ് അറ്റ് ദ റോക്സ്. റോക്സിൽ വന്ന് അല അടിച്ച് പോവുകയാണ് ചെയ്യുന്നത് അല്ലേ ഈ കടൽ തിരകള്. ഓക്കെ, അപ്പൊ സെക്കൻഡ് ആൻഡ് തേർഡ് ലാസ്റ്റ് വൺ ഇറ്റ് ഇസ് ക്രാക്സ് ഡെവലപ്പ് അല്ലേ. അപ്പൊ അവിടെ എന്ത് ഡെവലപ്പ് ചെയ്യുന്നു? ക്രാക്സ് ഡെവലപ്പ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ സീ വേവ്സ് അല്ലേ. ഓക്കെ, ഓവർ ടൈം ദേ ബിക്കം ലാർജർ ആൻഡ് വൈഡ്. അങ്ങനെ ഈ റോക്സിന്റെ അവിടെയൊക്കെ വലിയ വലിയ ക്രാക്സ് ഒക്കെ ഫോം ചെയ്യുമ്പോൾ അത് പിന്നെ എന്താ ലാർജർ ആൻഡ് വൈഡർ ആയിട്ട് വരികയാണ്. എപ്പോഴും ഇങ്ങനെ സീ വരികയും റോക്സിൽ വന്ന് തട്ടുകയും ഒക്കെ ചെയ്യുമ്പോൾ അവിടെ പിന്നെ ആ ക്രാക്സിന്റെ വലിപ്പം കൂടി കൂടി വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, ദസ് ഹോളോ ലൈക്ക് കേവ്സ് ആർ ഫോംഡ് ഓൺ ദ റോക്സ്. അങ്ങനെ വലിയ വലിയ ഒരു ഇതുപോലെ റോക്സിൽ പല ഷേപ്പ് വരുമ്പോൾ അവിടെ എന്താണ് ഫോം ചെയ്യുന്നത്? ഒരു ഗുഹ പോലെ ആയി മാറും. വലിയ വലിയ ക്രാക്സ്, കുഴികൾ പോലെ ഇങ്ങനെ ഒരു ഇത് ഹോള് പോലെ ആവുമ്പോൾ അത് കേവ്സ് ആയി അറിയപ്പെട്ടു. ആ ഒരു ടൈമിൽ ഈ റോക്സിന്റെ ഉള്ളിൽ കൂടെ കേവ്സ് വലിയ വലിയ ഗുഹകൾ പോലെ ഫോം ചെയ്തു. കുറെ ടൂറിസ്റ്റ് പ്ലേസ് ആയി മാറി. ദേ ആർ കോൾഡ് സീ കേവ്സ്. അങ്ങനെ പറയും, ഫോം ചെയ്യുന്ന ക്രാക്സ് വലുതായിട്ട് കേവ്സ് ആയിട്ടാണ് ഫോം ചെയ്യുന്നത് അല്ലെ. അതിന് പറയുന്ന പേരാണ് സീ കേവ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞത്? ഓവർ ടൈം ഈ ക്രാക്സ് റോക്കിൽ ഉണ്ടാവുന്ന ഫോം ചെയ്ത ഈ ക്രാക്സ് വലുതായി ഗുഹകളായി മാറുന്നു. അങ്ങനെ ടൂറിസ്റ്റേഴ്സ് ഒക്കെ വന്ന് ഇവിടെ എന്ത് ചെയ്യുന്നു? ഒരു അട്രാക്റ്റീവ് പ്ലേസ് ആയി മാറുകയാണ്. സീ കേവ്സ് ആയിട്ട് അത് ഫോം ചെയ്യുന്നു എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതാണ് സീ കേവ്സ്. ഈ സീ കേവ്സിന്റെ ഉള്ളിലേക്ക് വരാൻ നമ്മൾ ബോട്ടിൽ തന്നെ വന്നിട്ട് ഇതിന്റെ ഉള്ളിലൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ പോയി കാണണം അല്ലെ. അത്രയും അട്രാക്റ്റീവ് ആയിട്ട് ഒരു തിങ് ആണ് കേട്ടോ. ഓക്കെ, ഫർദർ ഇറോഷൻ ബ്രേക്സ് ദ റൂഫ് ആൻഡ് ഓൺലി വാൾസ് ആർ ലെഫ്റ്റ്. ഇതിന്റെ എന്താണ്, ഈ വാൾസ് ഉണ്ടല്ലോ, ഇത് മാത്രമേ പിന്നെ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ പല ടൈപ്സ് ഓഫ് ഇറോഷൻസ് ഈ വന്നും പോവുകയും ചെയ്യുമ്പോൾ പല ടൈപ്പിലേക്ക് മാറും. ഈ വാൾ ലൈക്ക് ഫീച്ചർ എന്ന് പറയുന്ന സ്റ്റോക്സ് എന്നാണ് പറയുന്നത്. ഈ ഒരു സ്റ്റോക്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു ടൈപ്പിൽ ഫോം ചെയ്യുന്നു. ഇങ്ങനെ പല ടൈപ്സ് ഓഫ് ചേഞ്ചസ് വരുമ്പോൾ ഈ സീ കേവ്സ് എന്തായി സ്റ്റോക്സ് ആയി മാറുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അതിന്റെ cavities become bigger and bigger and the caves remain thus forming sea arches. അങ്ങനെ അതിൻ്റെ ഇത് ഇങ്ങനെ വലുതായി വരുമ്പോൾ ഗുഹന്റെ ആ ഷേപ്പ് മാറിയിട്ട് എന്തായി വലിയ സ്റ്റോക്സ് ആയി മാറി അല്ലേ, ആർച്ചസ് ആയി മാറി. അതാണ് ആർച്ചസിന്റെ സിമ്പൽ ആണ് ഇത്. സീ ആർച്ചസ് ആയിട്ട് ഫോം ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ the steep rocky coast rise almost vertically ആയിട്ട് അത് ഫോം ചെയ്തിട്ട് അല്ലേ. ഇറ്റ് ഈസ് കോൾഡ് സീ ക്ലിഫ്. എന്താണ് സീ ക്ലിഫ് എന്ന് പറയുന്നത്? ഈ ഒരു ഇതാണ്, ഒരു മതില് പോലെ ഇങ്ങനെ കടലിന്റെ രണ്ട് ഭാഗത്തായിട്ട് കണ്ടിട്ടില്ലേ മക്കള്? അതിന് പറയുന്ന പേരാണ് സീ ക്ലിഫ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് സീ ക്ലിഫ്? ദ സ്റ്റീപ്പ് റോക്കി കോസ്റ്റ് ആണ് അല്ലെ. വലിയ ഈ എന്താ പറയാ പാറക്കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ ഒരു വോളാണ്, മതിലുകളാണ്. അതിന് പറയുന്ന പേരെന്താ മക്കളെ? സീ ക്ലിഫ് എന്നാണ്. ഓക്കെ, വാട്ട് അബൌട്ട് സെക്കൻഡ് പോയിന്റ്?
The sea waves deposit sediments along the shores that forming beaches. അല്ലെ, ഇങ്ങനെ സീ വേവ്സ് പല ഇങ്ങനെ മണല്, ഈ കടലിലുള്ള ഈ മണലൊക്കെ ഇതാക്കിയിട്ട് ഇവിടെ ഫുള്ള് ഇതാക്കുമ്പോഴാണ് എന്ത് ഫോം ചെയ്തത്? ബീച്ചസ് ആയി മാറിയത് അല്ലെ. അങ്ങനെ ഒരു ഡെപ്പോസിഷൻ കോസ്റ്റൽ ലാൻഡ് ഫോംസിൽ ഈ സീ വേവ്സ് ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് നമ്മളിപ്പോ അട്രാക്റ്റീവ് ആയിട്ട് കരുതുന്ന ബീച്ചസ് ഫോം ചെയ്തത്. ഓക്കെ, എന്താണ് പറഞ്ഞത് അപ്പോ? The steep rocky coast rising almost vertically above sea water is called as sea cliff. And second point, the sea waves deposit sediments along the shores that forming beaches എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ എന്ത് മക്കളെ? എന്താണിത്? നമ്മൾ പറഞ്ഞതാണ്, ഇറ്റ് ഈസ് sea cliff ആണ്. ഓക്കെ ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഐസ് കൊണ്ട് ഫോം ചെയ്യുന്ന ലാൻഡ് ഫോംസിനെ കുറിച്ചാണ്. ഓക്കെ, എന്താണ് വർക്ക് ഓഫ് ഐസ് എന്ന് നോക്കാം അല്ലെ. ഓക്കെ, നമ്മൾ ലാൻഡിനെ കുറിച്ച് പറഞ്ഞു, റിവറിനെ കുറിച്ച് പറഞ്ഞു, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഐസിനെ കുറിച്ചാണ്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നോക്കിക്കേ മക്കള്. ഗ്ലേഷ്യേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ട്, ആ വലിയ വലിയ ഐസ് പാറക്കെട്ടുകൾ പോലെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഗ്ലേഷ്യേഴ്സ് ആയി മാറുന്നത് അല്ലെ. ഗ്ലേഷ്യേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് റിവേഴ്സ് ഓഫ് ഐസ് എന്നാണ്. ആ ഒരു എന്താണ്, കാശ്മീർ ഹിമാചൽ പ്രദേശിലൊക്കെ പോകുമ്പോൾ കുളു മണാലി അവിടെയൊക്കെ റിവേഴ്സ് നദിയിൽ ഫുള്ളും എന്താണ് ഐസ് തങ്ങിക്കിടക്കുന്നത് കാണാം, ഇങ്ങനെ ഒഴുകി നടക്കുന്നത് കാണാം. അത് ആ ഒരു ഗ്ലേഷ്യറിന്റെ പേര് എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഇറ്റ് ഈസ് റിവേഴ്സ് ഓഫ് ഐസ് എന്നാണ് ആ ഗ്ലേഷ്യറിനെ പറയുന്ന പേര്. ഓക്കെ, വിച്ച് ടു ഇറോഡ് ദ ലാൻഡ്സ്കേപ്പ് ബൈ ബുൾഡോസിംഗ് ദ സോയിൽ ആൻഡ് സ്റ്റോൺസ് ടു എക്സ്പോസ് ദ സോളിഡ് റോക്ക് ബിലോ. ഈ ഗ്ലേഷ്യേഴ്സ് എന്താ വലിയൊരു ഇതിൽ എന്ത് ചെയ്യും? ഈ ഐസ് പാറക്കെട്ടുകൾ എന്ത് ചെയ്യും? സോയിലും സ്റ്റോൺസും ഒക്കെ പൊടിയായിട്ട് എന്ത് ഫോം ചെയ്യുന്നു? സോളിഡ് ആയിട്ടുള്ള റോക്കാണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഗ്ലേഷ്യേഴ്സ് carve out deep hollows there. ഈ ഗ്ലേഷ്യേഴ്സ് വലിയൊരു ഡീപ്പ് ഹോളോ ആണ് അവിടെ ഉണ്ടാക്കുന്നത് എന്നാ പറയുന്നത്. ഓക്കെ, ഇതാണ് ഗ്ലേഷ്യേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ അപ്പൊ എന്താണ് ഗ്ലേഷ്യേഴ്സ്? അപ്പൊ ഗ്ലേഷ്യേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോൾഡ് ആസ് റിവേഴ്സ് ഓഫ് ഐസ് വിച്ച് ടു ഇറോഡ് ദ ലാൻഡ്സ്കേപ്പ് അല്ലെ. അത് അവിടെയുള്ള ലാൻഡ്സ്കേപ്പിൽ വലിയ തരത്തിലുള്ള ചേഞ്ചസ് വരുത്തുന്നുണ്ട്. ഇറ്റ് വിൽ ബുൾഡോസിങ് സോയിൽ ആൻഡ് സ്റ്റോൺസ് അല്ലെ. ഇത് സോയിലും സ്റ്റോൺസും ഒക്കെ പല ടൈപ്സ് ഓഫ് ചേഞ്ചസ് വരുത്തിയിട്ട് സോളിഡ് റോക്ക് ആണ് അത് എക്സ്പോസ് ചെയ്യുക. അതിന്റെ ബിലോ സോളിഡ് റോക്ക് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഗ്ലേഷ്യേഴ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് സ്കൗഡ് ഔട്ട് ഡീപ്പ് ഹോളോസ് ദെയർ. ഗ്ലേഷ്യേഴ്സ് ഇപ്പോ പല ടൈപ്സ് ഓഫ് ഡീപ്പ് ഹോളോസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഫസ്റ്റ് പോയിന്റ് നോക്കിക്കേ. ആസ് ദ ഐസ് മെൽറ്റ് ദേ ഗെറ്റ് ഫിൽഡ് അപ്പ് വിത്ത് വാട്ടർ. അങ്ങനെ ഐസ് മെൽറ്റ് അപ്പ് ചെയ്യുമ്പോൾ അവിടെ ഫുള്ളും വെള്ളമായിരിക്കാം അല്ലെ. ആൻഡ് ബിക്കം ബ്യൂട്ടിഫുൾ ലേക്സ്. അങ്ങനെ ആ ഐസ് മെൽറ്റ് ആയിട്ട് അവിടെ പിന്നെ വലിയ വലിയ ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല ഭംഗിയുള്ള മൗണ്ടെയിൻസ് അവിടെ ഫോം ചെയ്യുന്നു. ഓക്കെ, the material carried by the glacier. ഈ ഗ്ലേഷ്യറിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക? അല്ല, റോക്സ്, വലിയ വലിയ പാറക്കെട്ടുകൾ ഉണ്ടാവും, വലുതും ചെറുതായിട്ടുള്ളത്. അതാണ് വലിയ ഡീപ്പ് ഹോളോസ് ഫോം ചെയ്യുന്നത് പറഞ്ഞില്ലേ നമ്മൾ. ഈ ഗ്ലേഷ്യേഴ്സിന്റെ അടിയിൽ എന്താണ്? റോക്ക്, സോളിഡ് റോക്ക് ആണ്, അതിന്റെ പ്രസൻസ് ആണ് നമ്മൾ ഉള്ളത് എന്ന് നമ്മൾ പ്രീവിയസ് സ്ലൈഡിൽ പറഞ്ഞതാണ് അല്ലെ. പിന്നെ സാൻഡ് ഉണ്ടാവും, മണലുണ്ടാവും, ആൻഡ് സിൽറ്റ് ഗെറ്റ്സ് ഡെപ്പോസിറ്റഡ്. ദിസ് ഡെപ്പോസിറ്റ് ഫോം ഗ്ലേഷ്യൽ മൊറൈൻസ്. ഇതാണ് എന്ത് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? ഇങ്ങനെയുള്ള ഗ്ലേഷ്യൽ ആയിട്ടുള്ള മൊറൈൻസ് ഫോം ചെയ്യാൻ സഹായിക്കുന്നത് എന്നാണ് കേട്ടോ മക്കളെ പറയുന്നത്. ആസ് ദ ഐസ് മെൽറ്റ്സ് they get filled up with water and become beautiful lakes in the mountains. Okay, and പിന്നെ last point നോക്കിക്കേ. The material carried by the glacier such as glacier എന്തൊക്കെ included ആണ് മക്കളെ? It is included rocks that is big and small and sand and silt get deposited. അതൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യും കേട്ടോ. ഇതൊക്കെ ഈ മെറ്റീരിയൽ ഒക്കെ ക്യാരി ചെയ്തിട്ടാണ് ഗ്ലേഷ്യർ വരിക. അതൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് എന്താണ് ഫോം ചെയ്യുന്നത്? വലിയൊരു ഗ്ലേഷ്യർ മൊറൈൻസ് ആണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ സീന്റെ പറഞ്ഞു അല്ലെ, അതുപോലെ തന്നെ ഐസിന്റെ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് മക്കളെ? ഇറ്റ് ഈസ് അബൌട്ട് ദി വർക്ക് ഓഫ് വിൻഡ് അല്ലെ, കാറ്റിന്റെ കുറിച്ചാണ്. കാറ്റ് ഇങ്ങനെയൊക്കെയുള്ള ലാൻഡ് ഫോംസ് ആണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നോക്കിക്കേ. An active agent of erosion and deposition in the desert is wind അല്ലെ. ഇപ്പോ മക്കൾക്ക് അറിയാം
അല്ലെ ഈ മരുഭൂമിയിലൊക്കെ ഈ കാറ്റിന്റെ ഇതുകൊണ്ട് പല ടൈപ്സ് ഓഫ് സാൻഡ് ഡ്യൂൺസ് ഫോം ചെയ്യാറുണ്ട് അല്ലെ. ഇപ്പോ അവിടെയുള്ള ഡെസേർട്ടിൽ എന്തൊക്കെയാ ഒരു ഹിൽ ഷേപ്പിലുള്ള ഇതൊക്കെ ആയിട്ട് മാറും, സാൻഡ് ഡ്യൂൺസ് ആയിട്ടൊക്കെ മാറും അല്ലെ. അതും വിൻഡിന്റെ പ്രോസസ്സ് കൊണ്ടാണെന്നാ പറയുന്നത്. In desert you can see rocks in the shape of mushroom അല്ലെ. ഡെസേർട്ടിൽ മരുഭൂമിയിലൊക്കെ നിങ്ങൾക്ക് കാണാം പാറക്കെട്ടുകൾ മഷ്റൂം പോലെയൊക്കെ ഷേപ്പ് ആയിട്ടുള്ള, അതിന് പറയുന്ന പേരെന്താ മക്കളെ? മഷ്റൂം റോക്സ് എന്നാണ് കേട്ടോ അതിന് പറയുന്ന പേര്. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വർക്ക് ഓഫ് വിൻഡ് ആണ്. അപ്പൊ എന്താ പറഞ്ഞത്? An active agent of erosion and deposition in the desert is called as wind. And second point, in desert you can see rocks in the shape of mushroom. അങ്ങനെയുള്ള റോക്സിന് പറയുന്ന പേരാണ് എന്ത് മക്കളെ? മഷ്റൂം റോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് മഷ്റൂം റോക്സ്. ഓക്കെ, അതിന്റെ പിക്ചറാണ് കാണുന്നത്. ഓക്കെ, അങ്ങനെ winds erode the lower section of the rock more than the upper part. ഈ ഒരു വിൻഡിന്റെ പ്രോസസ്സിങ് എങ്ങനെയാന്ന് വെച്ചാൽ ഇത് എപ്പോഴും അത് ഇറോഷൻ നടക്കുക അതിന്റെ ലോവർ പാർട്ടില്ല, താഴെ ഭാഗത്താണ് അത് നടക്കുന്നത്, അതിന്റെ പ്രോസസ്സ് നടക്കുന്നത്. അപ്പർ പാർട്ടിലേക്കല്ല അതിന്റെ പ്രോസസ്സിങ് നടക്കുന്നത്. ഓക്കെ, therefore such have narrower base and wider top. അതുകൊണ്ടാണ് അതിന്റെ അല്ലെ ബേസും ടോപ്പും കണ്ടില്ലേ, നാരോവർ ആയിട്ടുള്ള ബേസും അതുപോലെ തന്നെ എന്ത് നാരോവർ ആയിട്ടുള്ള ബേസും അതുപോലെ തന്നെ വൈഡർ ആയിട്ടുള്ള ടോപ്പും വന്നത് അതുകൊണ്ടാണ്. കൂടുതൽ പ്രോസസ്സിംഗ് ലോവർ പാർട്ടിൽ നടക്കുന്നതുകൊണ്ടാണ് മഷ്റൂം റോക്സിൽ. ഓക്കെ, the winds erode the lower section of the rock more than upper part. Second point, therefore such rocks have narrower base and wider top. Okay, പിന്നെ അടുത്ത പ്രോസസ് ഓഫ് വിൻഡ് എന്താ നോക്കിയാലോ? when the wind blows, അങ്ങനെ വിൻഡ് നല്ല രീതിയിൽ ആഞ്ഞു വീശുമ്പോൾ it lifts and transport sand from one place to another. അത് നല്ല രീതിയിൽ കാറ്റ് ആഞ്ഞു വീശുമ്പോൾ ഈ ഇതെന്താ ഈ മണലൊക്കെ ഒരു സ്ഥലത്ത് പോയി അടിഞ്ഞ് പല ഷേപ്പിലായി മാറും. ഓക്കെ, സെക്കൻഡ് പോയിന്റ് നോക്കി നമുക്ക് അത് കാണാം. when it stops blowing, the sand falls and get deposited in low hill like structure. ഒരു കുന്ന് പോലെയുള്ള ഷേപ്പിൽ കാണാം അതിന്റെ ബ്ലോ അല്ലെ, കാറ്റ് വീശുന്നത് നിർത്തിയാണെങ്കിൽ നമുക്ക് കാണാം പല ഷേപ്പില് ഹിൽ ടൈപ്പിലൊക്കെ ഹിൽ ഷേപ്പിലൊക്കെ എന്ത് സാൻഡ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതിന് പറയുന്ന പേരെന്താ മക്കളെ? സാൻഡ് ഡ്യൂൺസ്. ഓക്കെ, അതിന് പറയുന്ന പേര് സാൻഡ് ഡ്യൂൺസ് എന്നാണ്. അപ്പൊ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത് ഈ സ്ലൈഡിൽ മക്കളെ? when the wind blows, it lifts and transports sand from one place to another അല്ലെ. and അങ്ങനെ when it stops blowing, the sand falls and get deposited in low hill like structure അല്ലെ. when the wind stops blowing, the sand falls and get deposited in low hill like structure അല്ലെ. ഇങ്ങനെ വിൻഡ് അതിന്റെ ബ്ലോ അല്ലെ കാറ്റ് വീശുന്നത് നിർത്തിയാണെങ്കിൽ സാൻഡ് എന്ത് ചെയ്യും? അതേ രീതിയിൽ ഡെപ്പോസിറ്റ് ചെയ്യും. എങ്ങനെ ഷേപ്പില്? എങ്ങനത്തെ ഷേപ്പില്? ഇറ്റ് ഈസ് ലൈക്ക് ലോ ഹിൽ ലൈക്ക് സ്ട്രക്ചർ. അതിന് പറയുന്ന പേരെന്താ മക്കളെ? ഇറ്റ് ഈസ് കോൾഡ് ആസ് സാൻഡ് ഡ്യൂൺസ് അല്ലെ. ഇതാണ് സാൻഡ് ഡ്യൂൺസിന്റെ പിക്ചർ. ഓക്കെ, ഈ സ്ലൈഡിലെ ഫസ്റ്റ് പോയിന്റ് നോക്കാം അല്ലെ. when the grains of sand are very fine and light, the wind can carry it over very long distance. നിങ്ങൾക്ക് അറിയാം മണൽത്തരികൾ എന്ന് പറയുന്ന വളരെ ലൈറ്റ് ആണ് അല്ലെ, അത്ര വെയിറ്റ് ഒന്നും ഇല്ല ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ കാറ്റിന്. അപ്പൊ എത്ര ദൂരത്തേക്ക് വേണമെങ്കിലും അതിനെ കൊണ്ടുപോവാം കാറ്റിന് എന്നാണ് പറയുന്നത്. ഓക്കെ, when such sand is deposited in larger areas, ഇങ്ങനെയുള്ള സാൻഡ് മണല് അല്ലെ വലിയ ദൂരെയുള്ള ഏരിയയില് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് പറയുന്ന പേര് അല്ല, അങ്ങനെ ഫോം ചെയ്യുന്ന സംഗതിന്റെ പേര് ഇറ്റ് ഇസ് ലോയ്സ് എന്നാണ്. ഓക്കെ, ഇങ്ങനെ ലാർജ് ഡെപ്പോസിറ്റ് ഓഫ് ലോയ്സ് കാണപ്പെടുന്നത് ഏത് രാജ്യത്താണ് മക്കളെ? ചൈനയിലാണ് അല്ലെ. ലാർജ് ഡെപ്പോസിറ്റ് ഓഫ് ലോയ്സ് ഇസ് ഫൗണ്ട് ഇൻ ചൈന. ചൈനയിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്ത മക്കൾ പറഞ്ഞേ? when
the grains of sand, when the grains of sand are very fine and light, the wind can carry it over very long distance. അല്ലേ? പിന്നെന്താ നമ്മൾ ഡിസ്കസ് ചെയ്തത്? When such sand is deposited in large areas, it is called as what? Loess. അല്ലേ? And this large deposit of loess is found in which country? China. Okay, അത്ര കാര്യങ്ങളോ നമ്മൾ ഈ ഒരു സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ അല്ലേ? ഓക്കെ, ഇതാണ് ലോയ്സ് എന്ന് പറയുന്ന സംഗതി. ഓക്കെ ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നും കൂടെ ഈ ഒരു സെഷന്റെ നമ്മൾ തുടങ്ങി വെച്ചത് ഇറ്റ് ഇസ് വർക്ക് ഓഫ് ഐസ് ആണ് നമ്മൾ പറഞ്ഞത് അല്ലെ? അപ്പൊ ഐസ് എന്ന് പറയുമ്പോൾ ഈ ഐസ് ഗ്ലേഷ്യേഴ്സ് ആയിട്ട് ഫോം ചെയ്യുന്നു. ഈ ഗ്ലേഷ്യർ എന്ന് പറയുന്ന പേര് റിവേഴ്സ് ഓഫ് ഐസ് എന്നാണ് അല്ലെ? ഇത് എന്ത് ചെയ്യും? ലാൻഡ്സ്കേപ്പുമായിട്ടായിട്ട് സോയിലും സ്റ്റോൺസ് ഒക്കെ ഇറോഡ് ചെയ്തിട്ട് അതിന്റെ ഉൾഭാഗത്ത് കൂടുതൽ ഈ ഗ്ലേഷ്യേഴ്സിന്റെ ഉൾഭാഗത്ത് കാണപ്പെടുന്ന സോളിഡ് ആയിട്ടുള്ള റോക്സ് ആണ് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? ഇത് ലാൻഡ്സ്കേപ്പിലുള്ള മണ്ണിനെയും സ്റ്റോൺസിനെയും ഒക്കെ എന്ത് ചെയ്യും? ഇറോഷൻ ചെയ്യും അല്ലെ? അതൊക്കെ ഇതാക്കിയിട്ട് അതിന്റെ ഉൾഭാഗത്ത് എന്ത് ചെയ്യും? കൂടുതൽ റോക്കാണ് ഈ ഗ്ലേഷ്യേഴ്സിന്റെ അടിയിൽ എന്നാണ് പറയുന്നത് അല്ലെ? എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള മണ്ണിലുള്ള അതുപോലെ തന്നെ ലാൻഡിലുള്ള സോയിലും സ്റ്റോൺസും ഒക്കെ അത് എന്ത് ചെയ്യും? അതിന്റെ ഗ്ലേഷ്യേഴ്സിന്റെ അടിഭാഗത്ത് ഇതാക്കിയിട്ട് അവിടെ ഫോം ചെയ്തു സോളിഡ് ആയിട്ടുള്ള റോക്ക്. അങ്ങനെ ഗ്ലേഷ്യേഴ്സ് എന്താ ഫോം ചെയ്തു? അവിടെ ഡീപ്പ് ആയിട്ടുള്ള ഹോളോ ഫോം ചെയ്തു അല്ലേ? ഓക്കെ, ഇതാണ് ആ ഡീപ്പ് ആയിട്ടുള്ള ഗ്ലേഷ്യോ. ഓക്കെ, അങ്ങനെ ആസ് ദ ഐസ് മെൽറ്റ് ദേ ഗെറ്റ് ഫിൽഡ് അപ്പ് വിത്ത് വാട്ടർ. അങ്ങനെ ഐസ് മെൽറ്റ് ചെയ്യുമ്പോൾ അവിടെ ഫുള്ള് വെള്ളമാവും. അങ്ങനെ ആണ് കൂടുതലായിട്ട് നല്ല ഭംഗിയുള്ള തടാകങ്ങൾ അവിടെയുള്ള പർവ്വത നിരകളിൽ ഫോം ചെയ്തിട്ടുള്ളത് എന്നാണ് പറഞ്ഞത്. പിന്നെന്താ മക്കളെ നമ്മൾ പറഞ്ഞത്? ഇങ്ങനെ ഈ ഗ്ലേഷ്യേഴ്സ് പല മെറ്റീരിയൽസ് ക്യാരി ചെയ്തിട്ടാ പോവാന്ന് പറഞ്ഞൂല്ലേ? ലാൻഡിലുള്ള സോയിലും റോക്സും ഒക്കെ അത് എടുത്തിട്ട് വലിയ വലിയ സോളിഡ് റോക്കാണ് അതിന്റെ ഗ്ലേഷ്യേഴ്സിന്റെ അടിഭാഗത്ത്. അതുകൊണ്ട് തന്നെ ഡീപ്പ് ഹോളോ അവിടെ ഫോം ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഐസ് ഗ്ലേഷ്യേഴ്സിലുള്ള ഐസ് മെൽറ്റ് ചെയ്തിട്ട് അവിടെ ഫുള്ള് ജലമാവുന്നു അല്ലെ? വെള്ളമാവുമ്പോ അവിടെ എന്താ ഫോം ചെയ്യുന്നത്? വളരെ ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തടാകങ്ങളാണല്ലേ അവിടെ ഫോം ചെയ്യുന്നത്. പിന്നെ എന്തൊക്കെയാണ് ഗ്ലേഷ്യേഴ്സിന്റെ മെറ്റീരിയൽസ് എന്തൊക്കെയാണ് അവിടെ അടങ്ങിയിട്ടുള്ളത്? ഗ്ലേഷ്യേഴ്സിന്റെ ഉള്ളില് റോക്സ് ഉണ്ട്, വലുതും ചെറുതായിട്ടുള്ള റോക്സ് ഉണ്ട്, അതുപോലെ തന്നെ സാൻഡ് ഉണ്ട്, മണലുണ്ട് അല്ലെ? അതൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? ഗ്ലേഷ്യൽ മൊറൈൻസ് ഫോം ചെയ്യുന്നത് അല്ലെ? ഗ്ലേഷ്യൽ മൊറൈൻസ് എന്ന് പറയുന്ന സ്പെല്ലിംഗ് MORAINES. നോട്ട് ചെയ്യണേ മക്കളെ. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇറ്റ്സ് അബൌട്ട് ദി വർക്ക് ഓഫ് വിൻഡ്. വിൻഡ് എങ്ങനെയാണ് പല ടൈപ്സ് ഓഫ് ലാൻഡ് ഫോംസ് ഫോം ചെയ്യുന്നത് എന്ന് നോക്കിയാലോ? ഓക്കെ, അതിന്റെ പ്രോസസ്സിനെ കുറിച്ച് പറയാം. ഓക്കെ, an active agent of erosion and deposition in the desert is a wind എന്നാണ് പറയുന്നത് അല്ലെ? എന്താണ്? ഇപ്പോ മരുഭൂമിയില് വലിയ കാറ്റ് വീശുമ്പോ അല്ലെ, അത് പല ടൈപ്സ് ഓഫ് ഇറോഷൻ ആണ് ഫോം ചെയ്യുന്നത്, ഡെപ്പോസിഷൻ ആണ് ഫോം ചെയ്യുന്നത്, പല ഫോംസ് ആണ് അവിടെ ഫോം ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ. ഇൻ ഡെസേർട്ട് യു ക്യാൻ സീ റോക്സ് ഇൻ ദ ഷേപ്പ് ഓഫ് മഷ്റൂം അല്ലെ? ഡെസേർട്ടിലൊക്കെ മക്കൾ കാണാം എന്ത്? ഇങ്ങനെ മഷ്റൂം ഷേപ്പില് റോക്സ് ഉണ്ടായിട്ടുള്ളത്. അതിന് പറയുന്ന പേരാണ് മഷ്റൂം റോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ വിൻഡ് ആണ് ഈ ടൈപ്പിലൊക്കെ ഫോം ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ വിൻഡ്സ് എറോഡ് ദ ലോവർ സെക്ഷൻ. ഈ റോക്കിന്റെ ലോവർ സെക്ഷനിലാണ് പ്രോസസ്സ് വരുന്നത്. അതുകൊണ്ടാണ് എന്ത്? ഇറ്റ് ഹാവ് നാരോവർ ബേസ് ആൻഡ് വൈഡർ ടോപ്പ് ആ സ്ട്രക്ചർ ഉണ്ടാവാൻ കാരണം. ഓക്കെ, വിൻഡിന്റെ പ്രോസസ്സ് കൊണ്ടാണ് അത്തരം മഷ്റൂം റോക്സ് ഉണ്ടാവുന്നത്. ഓക്കെ, പിന്നെ when the wind blows it lifts and transport sand from one place to another. ഇങ്ങനെ കാറ്റ് നല്ല രീതിയിൽ വീശുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കാണ് അത് സോയില് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. പിന്നെയോ when it stops blowing the sand, അങ്ങനെ ഈ മണല് കൊണ്ടുപോകുന്ന ആ ഒരു അങ്ങനെ കാറ്റ് നിൽക്കുമ്പോൾ അത് അവിടെ എന്ത് ചെയ്യും? ആ ഒരു സാൻഡിനെ ക്യാരി ചെയ്തിട്ടാണല്ലോ വരിക. അത് അവിടെ എന്തെങ്കിലും ഷേപ്പിൽ അല്ലെങ്കിൽ ലോ ഹിൽ ലൈക്ക് സ്ട്രക്ചറിൽ ഫോം ചെയ്യും. അതിന് പറയുന്ന പേരെന്താ മക്കളെ? അങ്ങനെ കാറ്റ് അതിന് സ്പീഡ് കുറച്ച്, അതിന്റെ കാറ്റ് വീശുന്ന ആ സ്പീഡ് കുറച്ച് നിൽക്കുന്ന ആ സ്ഥലത്ത് സാൻഡ് പല ഒരു ഹിൽ ലൈക്ക് സ്ട്രക്ചറിൽ ഫോം ചെയ്യും. എന്ത് ടൈപ്പ്? അതിന് പറയുന്ന പേരെന്താണ്? ഇറ്റ് ഈസ് കോൾഡ് ആസ് സാൻഡ് ഡ്യൂൺസ് എന്നാണ് പറയാ. ഇതാണ് സാൻഡ് ഡ്യൂൺസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ
when the grains of sand are very fine, അല്ലേ? പിന്നെ നമ്മൾ ടീച്ചർ പറഞ്ഞ കാര്യം എന്താണ്? ഈ സാൻഡിലുള്ള മണൽത്തരികൾ എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആണ്, വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ കാറ്റിന് അത് ക്യാരി ചെയ്തുകൊണ്ട് എത്ര ദൂരം വേണമെങ്കിലും പോവാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? പിന്നെന്താ സെക്കൻഡ് പോയിന്റ്, when such sand is deposited in larger areas, ഈ മണൽത്തരികൾ കൊണ്ടിട്ട് വിൻഡ് വളരെ ദൂരത്തേക്ക് പോയി അവിടെ ഫോം ചെയ്യുന്ന ലോയ്സ് എന്ന് പറയുന്ന ലാൻഡ് ഫോം ആണ്. ലാർജ് ഡെപ്പോസിറ്റ് ഓഫ് ലോയ്സ് നമുക്ക് കാണപ്പെടുന്ന രാജ്യം ഏതാണ് മക്കളെ? പറഞ്ഞേ, ഏത് രാജ്യമാണ്? ഇറ്റ് ഈസ് ഇൻ ചൈന, അല്ലെ? ചൈനയിലാണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നമ്മൾ പ്രീവിയസ് സെഷനിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെ കുറിച്ചൊന്ന് മക്കളോട് ചോദിച്ചാൽ മക്കൾ പറഞ്ഞില്ലേ ടീച്ചർക്ക്? അപ്പൊ നമ്മള് ഇതില് പറഞ്ഞ വർക്ക് ഓഫ് ഐസിനെ കുറിച്ചായിരുന്നു, അല്ലെ? അതിന്റെ പ്രീവിയസ് സെഷനിൽ നമ്മൾ പറഞ്ഞത് എന്തിനെ കുറിച്ചായിരുന്നു? ഇറ്റ് ഈസ് അബൌട്ട് ദ വർക്ക് ഓഫ് സീ വേവ്സിനെ കുറിച്ച് പറഞ്ഞു, അല്ലെ? അപ്പോ സീ വേവ്സ് എന്ന് പറയുമ്പോൾ ദ എറോഷൻ ആൻഡ് ഡെപ്പോസിഷൻ ഓഫ് ദാറ്റ് സീ വേവ്സ് എന്താണ് ഫോം ചെയ്യുന്നത്? കോസ്റ്റൽ ആയിട്ട് ലാൻഡ് ഫോംസ് ആണ് ഉണ്ടാവുന്നത്, അല്ലെ? സീ വേവ്സ് കണ്ടിന്യൂസ്ലി റോക്സ് തട്ടുമ്പോൾ ഫോം ചെയ്യുന്നത് ക്രാക്സ് ആണെന്നും പറഞ്ഞു. പിന്നെയോ ഓവർ ടൈം ആ ക്രാക്സ് വലുതായി വരുമ്പോൾ അത് എന്താവും? ഒരു ഹോളോ ലൈക്ക് കേസ് ആയി മാറുന്നു, ഗുഹകളായി മാറുന്നു. അതിന് പറയുന്ന പേരാണ് എന്ത് മക്കളെ? സീ കേവ്സ് എന്നുള്ളത്. ഓക്കെ, പിന്നെ ഇതാണ് സീ കേവ്സിന്റെ പിക്ചർ. ഓക്കെ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ചർ, അല്ലെ? ഇങ്ങനെ എറോഷൻ ആവുമ്പോൾ ഈ റൂഫൊക്കെ എന്ത് ചെയ്യും? ബ്രേക്ക് ആയി പോയിട്ട് ആ ഒരു വോൾസ് മാത്രം ഉണ്ടാവുമ്പോൾ ആ വോൾ ലൈക്ക് സ്ട്രക്ചറിനെ പറയുന്ന പേര് സ്റ്റോക്സ് എന്നാണ്. സ്റ്റോക്സ്. ഓക്കെ, അങ്ങനെ ഈ കാവിറ്റീസ് ഇങ്ങനെ വലുതായി കേവ്സ് വലുതായി വരുമ്പോൾ ഇത് സീ ആർച്ചസ് ആയിട്ട് മാറുന്നു. ആർച്ച് ലൈക്ക് ഷേപ്പിലായി വരുമ്പോ ഇതാണ് സീ ആർച്ചസ്. ഓക്കെ, ഇങ്ങനെ the steep rocky coast rising almost vertically above sea water, it is called sea cliff. റോക്കി സബ്സ്റ്റൻസ് കൊണ്ട് പല റോക്കി സബ്സ്റ്റൻസ് ഉണ്ടാവുന്നില്ല, അതിന് പറയുന്ന പേര് സീ ക്ലിഫ് എന്നാണ്. ഓക്കെ, അങ്ങനെ ഈ സീ വേവ്സ് പല ടൈപ്പ് സെഡിമെന്റ്സ് ഫോം ചെയ്യുന്നതുകൊണ്ടാണ് ബീച്ചസ് ഫോം ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അതാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത എന്തിനെ കുറിച്ചാണ്? അതിനെ കുറിച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മക്കൾ പറയില്ലേ? പിന്നെ നമ്മൾ മെയിൻലി ഇറ്റ് ഈസ് ഡിസ്കസ്ഡ് അബൌട്ട് ഡെൽറ്റാസിനെ കുറിച്ച് പറഞ്ഞു, അല്ലെ? റിവേഴ്സിന്റെ ലാൻഡ് ഫോംസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്, അല്ലെ? വർക്ക് ഓഫ് റിവർ അതെങ്ങനെയായിരുന്നു? അങ്ങനെ the river, it is due to the running water in the river, it erodes the landscape. Okay, അങ്ങനെ when the river tumbles its steep angle over very hard rocks, അല്ലെ? അങ്ങനെ റിവർ ഈ പാറക്കല്ലിലൊക്കെ തട്ടിയിട്ട്, അല്ലെ, എന്താണ് ഫോം ചെയ്യുന്നത്? എന്താണ്? ഈ പാറക്കല്ലിനുള്ളിൽ കൂടെ ഈ റിവർ ഒഴുകാൻ തുടങ്ങിയപ്പോൾ അവിടെ ഫോം ചെയ്ത വാട്ടർഫോൾ ആണ്, അല്ലെ? വാട്ടർഫോൾ, അല്ലെ? വലിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ വലിയ പാറക്കെട്ടിൽ കൂടെ ഒഴുകുകയാണ്. അതൊക്കെ പല ടൈപ്പ് ഈ റിവർ പല ആംഗിളിൽ ഒഴുകുമ്പോൾ അതെന്താണ്? ഈ പാറക്കെട്ടിനുള്ളിൽ കൂടെ അത് ഒഴുകാൻ തുടങ്ങുമ്പോൾ അത് എന്തായിട്ട് മാറുന്നതാണ്? വാട്ടർഫോൾ ആയിട്ട് മാറുന്നതാണ്. റിവറിന്റെ ആ ഒരു ഫോഴ്സ് ഓഫ് ദാറ്റ് ഫ്ലോയിങ് വാട്ടർ ഓഫ് ദാറ്റ് റിവർ ദാറ്റ് കോസസ് hard rocks, അല്ലെ? over very it causes at a steep angle over very hard, ഒരു ഹാർഡ് റോക്സിലൂടെ അത് ഒഴുകി പിന്നെ എന്ത് ചെയ്യും? അത് വാട്ടർഫോൾ ആയിട്ട് ഫോം ചെയ്യുന്നതാണ് ഓട്ടോമാറ്റിക്കലി. ഓക്കെ, ആസ് ദ റിവർ എൻറ്റേഴ്സ് ദ പ്ലെയിൻ, അങ്ങനെ അത് പ്ലെയിൻ ഏരിയയിലേക്ക് വരുമ്പോൾ അത് പല ടേൺസ് എടുക്കുന്നു. അങ്ങനെ ഫോം ചെയ്യുന്നതാണ് എന്ത് മക്കളെ? മിയാൻഡേഴ്സ് എന്ന് പറയുന്ന സംഗതി. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇറോഷൻ ആൻഡ് ഡെപ്പോസിഷൻ ഓഫ് ദാറ്റ് സൈഡ്സ് ഓഫ് മിയാൻഡർ, ഇങ്ങനെ മിയാൻഡർ ലൂപ്സ് ക്ലോസർ ആൻഡ് ക്ലോസർ, അങ്ങനെയുള്ളത് ഇനി നമ്മൾ പിക്ചറൈസ് ചെയ്ത്. ഓക്കെ, ഇതാണ് മിയാൻഡേഴ്സ്. അത് മൂലം ഓക്സ്ബൗ ലേക്ക് ഫോം ചെയ്യുന്നു, അല്ലെ? അങ്ങനെ റിവർ ഓവർഫ്ലോ ചെയ്യുമ്പോൾ അവിടെ അത് നൈബറിംഗ് ഏരിയാസിൽ ഫ്ലഡിങ് ഉണ്ടാക്കുന്നു. അങ്ങനെ ഈ ഫ്ലഡ് വരുമ്പോൾ ഡെപ്പോസിറ്റ് ലെയേഴ്സ് ഓഫ് ദാറ്റ് ഫൈൻ സോയിൽ ആൻഡ് മെറ്റീരിയൽ ഇസ് കോൾഡ് ആസ് വാട്ട്? സെഡിമെന്റ്സ്. അങ്ങനെയാണ് ഫ്ലഡ് പ്ലെയിന് ഫോം ചെയ്യുന്നത്, അല്ലെ? ഓക്കെ, അങ്ങനെ റേസ് ചെയ്യുന്ന ബാങ്ക്സിൽ, അല്ലെ, ഫ്ലഡ് ഫെർട്ടൈൽ പ്ലെയിൻ ആവുന്ന അവിടെ ഫോം ചെയ്യുന്നത് എന്താണ്? ലീവസ് ആണ്, അല്ലെ? ആസ് ദ റിവർ അപ്രോച്ചസ് ദ സീ, അങ്ങനെ ഈ നദി സീയിൽ എത്തുമ്പോൾ അതിന്റെ ഫ്ലോയിങ് വാട്ടറിന്റെ ആ ഫ്ലോ എന്ത് ചെയ്യും? കുറയും. അങ്ങനെ അത് പല ടൈപ്സ് ഓഫ് സ്ട്രീംസ് ആയി മാറുന്നു, അല്ലെ? ഡിവിഷൻ വരുന്നു നദികൾക്ക്. അതിന് പറയുന്ന പേരാണ് എന്ത് മക്കളെ? ഡിസ്ട്രിബ്യൂട്ടറീസ്, അല്ലെ? ഡിസ്ട്രിബ്യൂട്ടറീസ് എന്നാണ് പറയാ.
ഓക്കെ, അങ്ങനെ ഈ ഡിസ്ട്രിബ്യൂട്ടറീസ് ഒക്കെ പല ടൈപ്സ് ഓഫ് എന്താണ് അതിൻ്റെതായിട്ടുള്ള ഫോംസിലാണ് അത് ഒഴുകുക അല്ലെ. അപ്പോ ഈ കളക്ഷൻ ഓഫ് സെഡിമെന്റ്സ് ഫ്രം ഓൾ ദ മൗത്ത് എന്ത് ചെയ്യും, എന്താ ഫോം ചെയ്യുക, ഡെൽറ്റയാണ് ഫോം ചെയ്യുന്നത്. അത്രയും കാര്യം നമ്മൾ ഈ ഒരു ഇതിൽ ഡിസ്കസ് ചെയ്തത് അല്ലെ. ഇറ്റ് ഈസ് ദ വർക്ക് ഓഫ് റിവർ. ഓക്കെ, പിന്നെ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത്, എർത്ത് ക്വിക്ക് പ്രിപ്പയർനെസ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു അല്ലെ. മെയിൻലി വോൾക്കാനിക് എറപ്ഷനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. എന്താണ് ദ ടൈപ്സ് ഓഫ് മൂവ്മെന്റ്സ് ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ എർത്ത് ഓവർ ദി ഡ്യൂ ടു ദി ഫോഴ്സസ്. അപ്പൊ അങ്ങനെ പറഞ്ഞ രണ്ട് ഫോഴ്സസ് ആണ്. എന്തൊക്കെ മക്കളെ പറഞ്ഞ എന്തൊക്കെ ടൈപ്സ് ഓഫ് ഫോഴ്സസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് എൻഡോജെനിക് ഫോഴ്സസ് ദാറ്റ് ഹാപ്പൻസ് ഇൻ ദ ഇന്റീരിയർ ഓഫ് ദി എർത്ത്. അവിടെ സഡൻ മൂവ്മെന്റ്സ് ടേക്ക് പ്ലേസ് ചെയ്യുന്നുണ്ട്, സ്ലോ മൂവ്മെന്റ്സും ടേക്ക് പ്ലേസ് ചെയ്യുന്നുണ്ട്. സഡൻ മൂവ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ രണ്ട് പ്രോസസ്സസ് ആണ് മക്കളെ വരുന്നത്? ഇറ്റ് ഈസ് മെയിൻലി earthquakes and volcanoes അല്ലേ. what is volcano എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ ഡെഫിനിഷൻ? ഇറ്റ് ഈസ് എ വെന്റ് ഇൻ ദ earth crust through which molten material that erupts suddenly. It is called as what? Volcano അല്ലേ. ഓക്കെ, ഇതാണ് വോൾക്കാനിക് എറപ്ഷനെ കുറിച്ച് പറഞ്ഞതാണ്. അങ്ങനെ നമ്മൾ ലിത്തോസ്ഫിയറിൽ പ്ലേറ്റ്സിൽ ലിത്തോസ്ഫിയർ പ്ലേറ്റ്സ് ദാറ്റ് മൂവ്സ് ദ സർഫേസ് ഓഫ് ദി എർത്ത് അപ്പോൾ വൈബ്രേറ്റ് ചെയ്യുന്നു. ഈ ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സ് അതിന് ചലനം വരുമ്പോൾ നമ്മുടെ എർത്തിന്റെ സർഫേസിൽ മൊത്താകെ എന്ത് ചെയ്യുന്നു, വൈബ്രേഷൻ വരുന്നു. ആ ഒരു വൈബ്രേഷൻ എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രോസസ് ഓഫ് എർത്ത് ക്യൂക്സിന്റെ ഇതുകൊണ്ടാണ്. പിന്നെ എർത്ത് ക്യൂക്ക് മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റിന്റെ പേരെന്താണ്? ഇറ്റ് ഈസ് സീസമോഗ്രാഫ് എന്ന് പറഞ്ഞു. ഇതിന്റെ പ്രോസസ്, ദ സ്ട്രക്ചർ ഓഫ് എർത്ത് ക്യൂക്ക് എന്ന് ഫസ്റ്റ് ചേഞ്ച് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫോക്കസിലാണ്, പിന്നെ എപ്പി സെന്ററിലാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞ റിസ്റ്റർ സ്കെയിലിനെ കുറിച്ച് പറഞ്ഞു അല്ലെ. പിന്നെ ഈ വൈബ്രേഷൻസ് പുറത്തേക്ക് വരുന്നത് വേവ്സ് ആയിട്ടാണ് അല്ലെ. പിന്നെ പണ്ട് കാലഘട്ടത്തെ ആളുകൾ എങ്ങനെയായിരുന്നു ഇതാക്കിയത്, ആനിമൽ ബിഹേവിയറിൽ മാറ്റങ്ങൾ ശ്രദ്ധിച്ചിട്ട്, അതുപോലെ തന്നെ ഫിഷ് ഇൻ ദ പോൺസ് ബിക്കം ഇറിറ്റേറ്റഡ് അല്ലെ. പിന്നെ എർത്ത് ക്യൂക്കിന് വേണ്ടി അല്ലെ, എർത്ത് ക്യൂക്ക് പ്രിപ്പയർനെസ് ആണ്. ആളുകൾ എന്ത് കരുതിയിരിക്കണം. വി ഷുഡ് ബി ഇൻ എ സേഫ് സ്പോട്ട് അല്ലെ. അണ്ടർ എ കിച്ചൺ കൗണ്ടർ ആവാം, ടേബിൾ ഓർ ഡെസ്ക് ഓർ അഗെയിൻസ്റ്റ് ആൻഡ് ഇൻസൈഡ് ഓർ ഔട്ട്സൈഡ്. ഇത്തരം കാര്യങ്ങളാണ് മെയിനായിട്ട് അല്ലെ. ബിഫോർ, ഡ്യൂറിങ്, ആഫ്റ്റർ ദ എർത്ത് ക്യൂക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും എന്തൊക്കെ ചുറ്റിലും ഏതൊക്കെ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ പ്രിവെൻഷൻ എടുത്തിരിക്കണം. ഇറ്റ് ഇസ് ഫ്രം വി ഷുഡ് സ്റ്റേ അവേ ഫ്രം ഫയർ പ്ലേസസ്, ഏരിയാസ് അറൌണ്ട് ചിമ്നീസ്, വിൻഡോസ് ദാറ്റ് ഷാറ്റർ ഇൻക്ലൂഡിംഗ് മിറേഴ്സ് ആൻഡ് പിക്ചർ ഫ്രെയിംസ്. പിന്നെ ബി പ്രിപ്പയർഡ് അല്ലെ ആൻഡ് സ്പ്രെഡ് അവയർനെസ് അമംഗ്സ്റ്റ് യുവർ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ് ആൻഡ് ഡിസാസ്റ്റർ. അത്തരം കാര്യങ്ങളാണ് പറയുന്നത്. സീസമോഗ്രാഫിനെ കുറിച്ച് പറഞ്ഞു. ആൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് എർത്ത് ക്യൂക്ക് ഇസ് മെഷേർഡ് യൂസിങ് വാട്ട്? റിസ്റ്റർ സ്കെയിൽ അല്ലെ. അപ്പൊ 2.0 മെഷർമെന്റ് വരുമ്പോൾ അവിടെ സ്ട്രോങ് ആയിട്ടുള്ളതാണോ അല്ലെ ലിറ്റിൽ ടൈപ്പ് ഓഫ് ഫോം ഓഫ് എർത്ത് ക്യൂക്ക് ആണോ ഫോം ചെയ്യുക? അവിടെ വളരെ ലിറ്റിൽ ആയിട്ടുള്ള അത്ര വലിയ മൂവ്മെന്റ്സ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ 7.0 ഒക്കെ എത്തുമ്പോൾ ഇറ്റ് ഇസ് വെരി ലാർജ് ചേഞ്ചസ് ആയിരിക്കും ഹാപ്പൻ ചെയ്യുന്നത്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണല്ലേ മക്കളെ ഇത്. എന്തൊക്കെയാണ് നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്തിട്ടുള്ളത്? ഫസ്റ്റ് ലാൻഡ് ഫോംസ് അല്ലെ. ഈ ലാൻഡ് എന്തൊക്കെ ടൈപ്സ് ഓഫ് വെതറിങ് ആൻഡ് ഇറോഷൻസ് ആണ് ഉണ്ടാക്കുന്നതെന്നും, അതുപോലെ തന്നെ നമ്മൾ ദ വർക്ക് ഓഫ് സീനെ കുറിച്ച് പറഞ്ഞു. സീ കേവ്സ്, സീ ആർച്ചസ്, സീന്റെ മൂവ്മെന്റ് കൊണ്ട് ഉണ്ടാവുന്നതാണ് അല്ലെ. വേവ്സിന്റെ മൂവ്മെന്റ് കൊണ്ട് ഉണ്ടാവുന്നതാണ് എന്തൊക്കെ? സീ ആർച്ചസ്, സീ കേവ്സ്, സീ ക്ലിഫ്സ്. ഓക്കെ അല്ലെ. അതുപോലെ തന്നെ റിവേഴ്സിന്റെ പറഞ്ഞു അല്ലെ. വലിയ വലിയ വാട്ടർഫോൾ ആയിട്ട് ഫോം ചെയ്യുന്ന, ബീച്ചസ് ആയിട്ട് ഫോം ചെയ്യുന്നതിന്റെ കാര്യമൊക്കെ പറഞ്ഞു. ഓക്കെ, പിന്നെന്താണ്? സീന്റെ കാര്യത്തിലാണ് നമ്മൾ ബീച്ചസിന്റെ കാര്യം പറഞ്ഞത്. റിവേഴ്സ്, വാട്ടർഫോള് അല്ലെ. പിന്നെ ഗ്ലേഷ്യേഴ്സിനെ കുറിച്ച്, ഐസിനെ കുറിച്ച്. വർക്ക് ഓഫ് ഐസ് എന്ന് പറയുമ്പോൾ ഗ്ലേഷ്യേഴ്സ്, റിവർ ഓഫ് ഐസ് അല്ലെ. അത് പല ടൈപ്സ് ഓഫ് എന്തുണ്ടാക്കുന്നു എന്നാ പറയുന്നത്? അത് വലിയ വലിയ വാട്ടർഫോൾ അല്ലെ, അതൊക്കെ പറഞ്ഞു. പല ലേക്സ് ആയിട്ട് ഫോം ചെയ്യുന്നു ഈ ഐസ് മെൽറ്റ് ആയിട്ട് അല്ലെ. അത്തരം കാര്യങ്ങൾ വളരെ. പിന്നെ വിൻഡിന്റെ ഫോർമേഷൻ കൊണ്ട് ഡെസേർട്ടില് സാൻഡ് ഡ്യൂൺസ് ഫോം ചെയ്യുന്നു. അതുപോലെ തന്നെ മഷ്റൂം റോക്സ് ഫോം ചെയ്യുന്നു അല്ലെ. മഷ്റൂം റോക്സ് എന്ന് പറയുമ്പോൾ മൂവ്മെന്റ് ലോവർ പാർട്ടിലാണ്, അതാണ് അതിന് നാരോവർ ടോപ്പും അല്ലെ അങ്ങനെ വരുന്നത്. ഓക്കെ, അപ്പൊ അത്തരം സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്ത സെഷന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് കാണാം കേട്ടോ. Thank you.